नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवी नारायणी शून्यवादी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण। संसार सिंधु അതിദുസ്തര മുക്തിദീക്ഷ. സംസാര സിന്ധു എന്ന് പറഞ്ഞാൽ സംസാര സാഗരം. അതിദുസ്തരം വളരെ കഷ്ടമാണ്. മുക്തിദീക്ഷവും ആരാണോ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് അവർക്കത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നാന്യ പ്ലവോ ഭഗവത് പുരുഷോത്തമസ്യ. പക്ഷേ മറ്റൊരു മാർഗം, പ്ലവം എന്ന് പറഞ്ഞാൽ തോണി, ഈ സംസാര സിന്ധു കടക്കാനുള്ള അന്യമായിട്ടുള്ള പ്ലവം ഇല്ല. അത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഭഗവാൻ പുരുഷോത്തമന്റെ ഭാഗവതം. അതിൽ പറഞ്ഞിട്ടുള്ളത് ലീല കഥ രസ നിസേവനം. ഭഗവാന്റെ ലീലകളും കഥകളും രസകരമായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങളും. പുംസോദ്ഭവേ വിവിധ ദുഃഖഭാവ. പലതരത്തിലുള്ള ദുഃഖങ്ങളെ അതിജീവിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഭാഗവതത്തിലെ ശുഗബ്രഹ്മർഷി 12ാം സ്കന്ധത്തില് 6ാമത് അധ്യായം വരെ പരീക്ഷത്തിന് ഉപദേശത്തിന് ശേഷം 12ാം സ്കന്ധത്തിലെ 6ാം അധ്യായം വരെ പരീക്ഷിത് മഹാരാജാവിന് ശുഗബ്രഹ്മർഷി ഉപദേശത്തിന് ശേഷം പരീക്ഷിത്ത് പറയുകയാണ്, ജനന മരണങ്ങളെ അതിജീവിക്കാനുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ കഥകളെല്ലാം കേട്ട് എനിക്ക് മരണഭയം മാറിക്കഴിഞ്ഞു എന്ന് പരീക്ഷിത്ത് പറയുന്നു. ആ പറഞ്ഞ ഉടനെ തന്നെ ശുഗബ്രഹ്മർഷി അവിടുന്ന് എണീറ്റ് പോവാണ്. കാരണം ഉറപ്പായി മരണഭയം മാറി. ഇനി എന്ത് സംഭവിച്ചാലും പരീക്ഷത്തിന് വിഷമമില്ല എന്ന് ശുഗബ്രഹ്മർഷിക്ക് മനസ്സിലായപ്പോൾ അവിടുന്ന് എണീച്ചു പോയി. പിന്നെയുള്ള 6 അധ്യായങ്ങൾ സൂതനാണ് സംസാരിക്കുന്നത്. അതില് ലാസ്റ്റ് അധ്യായം 12ാം സ്കന്ധത്തില് 13ാം അധ്യായം മുഴുവനും ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് ശ്രീമദ് ഭാഗവതം. ആ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരെയാണ് ഭാഗവതം ഇവിടെ വിശദീകരിക്കുന്നത്? ഭഗവാനെ കുറിച്ചാണ്. ആ ഭഗവാൻ ആരാണ്? യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുദ്ദഃ സ്തുന്വന്തി ദൈവൈസ്തവൈ. എന്നുവെച്ചാൽ ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുതൻ തുടങ്ങിയുള്ള എല്ലാവരും സ്തുതിക്കുന്നത് ആരെയാണ്? വേദേ സാംഗപദേ ക്രമോ ഉപനിഷദേ ധ്യായന്തി യം സാമഹ. സാമവേദം ഉപനിഷത്തുകളെല്ലാം ആരെയാണോ രചിക്കുന്നത്? ധ്യാനാവസ്ഥിതോ തദ്ഗതേന മനസ പശ്യന്തി യം യോഗിനഃ. യോഗികൾ ധ്യാനിക്കുന്നത് ആരെയാണ്? യശ്യാന്തം ന വിദു സുര അസുര ഗണ ദേവായ തസ്മൈ നമഃ. ഇങ്ങനെ അസുരസുരന്മാർ ആരെയാണോ ആരാധിക്കുന്നത് ആ ഭഗവാനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതാരാണ്?
ശ്രീകൃഷ്ണ ദേവരായ 12:13 പ്രൗസ്തപദ്യാം പൗർണമാസ്യാം ഹേമസിംഹോ സമന്വിതം. ആരാണോ ശ്രീമദ് ഭാഗവതത്തിലെ ഹേമസിംഹ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് തഥാദിയോ ഭാഗവതം, ആ തഥാദി എന്ന് പറഞ്ഞാൽ ആരാണോ അത് ദാനം ചെയ്യുന്നത്, സയാദി പരമാം ഗതി, അയാൾക്ക് പരമഗതി ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഭദ്രപൂർണിമ നമ്മൾ ആഘോഷിക്കാൻ കാരണം. ഇത് ദാനം ചെയ്യുന്നവർക്ക് പരമഗതി ഉണ്ടാവും. ഭാഗവതത്തിന്റെ പ്രാധാന്യം എന്താണ്? സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ തത് രസാമൃതം തൃപ്തസ്യ നാണ്യത്ര സ്യാത് രതിക്വചിത്. ഭാഗവതമാണ് എല്ലാ പുരാണങ്ങളുടെയും പരമമായിട്ടുള്ള കാഷ്ട. അതിലില്ലാത്ത സിദ്ധാന്തം മറ്റൊന്നിലില്ല. ഭാഗവതം കേട്ട് മനസ്സിൽ തൃപ്തി ഉണ്ടായ ഒരാൾക്ക് മറ്റൊരു പുരാണം ആവശ്യമില്ല. നിമ്നഗാനം യഥാ ഗംഗ, സമുദ്രത്തിലേക്ക് ഒഴുകുന്ന നദികളിൽ വെച്ച് ശ്രേഷ്ഠം ഗംഗയാണ്. ദേവാനാം അച്യുതോ യഥാ, ദൈവങ്ങളിലെല്ലാം വെച്ച് ശ്രേഷ്ഠൻ അച്യുതനാണ്, ശ്രീകൃഷ്ണനാണ്. വൈഷ്ണവാനാം യഥാ ശംഭോ, വൈഷ്ണവന്മാരിൽ ശ്രേഷ്ഠൻ മഹാദേവനാണ്. പുരാണാനാം ഇതം തഥാ, എല്ലാ പുരാണങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം ഭാഗവതമാണ്. ക്ഷേത്രാനാം ശൈവ സർവേഷാം, എല്ലാ ക്ഷേത്രങ്ങളിൽ വെച്ച് യഥാ കാശിക അനുത്തമം, കാശിയാണ് ഉത്തമം. തഥാ പുരാണ പ്രധാനാം ശ്രീമദ് ഭാഗവതം തുജ, എല്ലാ പുരാണങ്ങളിൽ വെച്ച് ശ്രീമദ് ഭാഗവതമാണ് ശ്രേഷ്ഠം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പരമഹംസ്യാം ഏകമമലം ജ്ഞാനം പരമം ഗീയത്തെ തത്ര ജ്ഞാനവൈരാഗ്യഭക്തിസഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം തത്സുനോ സുപദാം വിചാരം പരോ ഭക്ത്യാ വിമുച്യതേ നരഃ. അതായത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു കളങ്കവുമില്ലാത്ത പൂർണ്ണമായിട്ടുള്ള പുരാണമാണ്. വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പരമഹംസന്മാർക്ക് പോലും അത് വളരെ പ്രിയങ്കരമാണ്. അങ്ങനെ ഈ ഭൗതിക ലോകത്തിലുള്ള ആനന്ദവും അതുപോലെ ജ്ഞാന വൈരാഗ്യ ഭക്തി സഹിതം, ഈ ഭാഗവത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ജ്ഞാനം വൈരാഗ്യ ഭക്തി സഹിതം 3 കാര്യങ്ങളാണ് ഭാഗവത്തിൽ പറയുന്നത്. അങ്ങനെ നൈഷ്കർമ്മ്യം ആവിഷ്കൃതം, അതായത് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്താലും കർമ്മഫലം ഉണ്ടാവാത്ത നൈഷ്കർമ്മ്യത്തിനെ കുറിച്ചാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭാഗവതത്തില് ലാസ്റ്റ് ശ്ലോകമാണ് നാമസങ്കീർത്തനം യശ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തന്നമാമി ഹരിവരം. ഈ ഭാഗവതത്തിന്റെ അന്തർസത്തായിട്ടുള്ള നാമസങ്കീർത്തനത്തിനെ കുറിച്ചാണ്. സർവപാപങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്ന നാമസങ്കീർത്തനം, അത് പ്രണാമോ ദുഃഖശമനം. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് വിവിധ ദുഃഖതരം, പലതരത്തിലുള്ള ദുഃഖങ്ങളെ ശമിപ്പിക്കാൻ ഭാഗവതമാണെന്ന് പറഞ്ഞത്. ഇവിടെ പ്രണാമോ ദുഃഖശമനം, ഭഗവാന്റെ ഈ നാമസങ്കീർത്തനം തം നമാമി ഹരിപരം, ഭഗവാന്റെ ഹരിയുടെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും മാറണം എന്നുള്ളതാണ് ഭാഗവത പ്രമാണം. നമ്മുടെ ഭാഗവതത്തിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആരാണ്? ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭുവാണ് നമ്മുടെ കൺക്ലൂഷൻ.
എന്താ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്? ഭാഗവത്തിനെ കുറിച്ച് ചൈതന്യ മത മഞ്ജുഷ എന്ന് പറയുന്നുണ്ട്. ആരാധ്യോ ഭഗവാൻ ബ്രജേശത്തനയ സ്തബ്ധാമ വൃന്ദാവനം രമ്യ കാശിത് ഉപാസന വ്രജവധു വർഗേന യാ കൽപ്പിതഃ ശാസ്ത്രം ഭാഗവതം പരമം അമലം പ്രേമ കുമാർത്തോ മഹാൻ യുക്തം ഗൗരമഹാപ്രഭു മതമതസ് തത്തരോ ന പരഹ. അതായത് ഭാഗവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആവശ്യം എന്താണ്? ഭാഗവതം എന്തുകൊണ്ട് വായിക്കണം? അതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യന് ലഭിക്കേണ്ടതെന്ന് വെച്ചാൽ ശാസ്ത്രം ഭാഗവതം പ്രമാണം, ഇതൊരു പ്രമാണമാണ്, തെളിവാണ്. അമലം പ്രേമ പുമാർത്തോ മഹാൻ. പ്രേമ പുമാർത്തോ എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടാവണം ഭഗവാന്റെ അടുത്ത്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അവസാനം ഭഗവാന്റെ അടുത്ത് പ്രേമം ഉണ്ടായില്ലെങ്കിൽ വായിച്ചിട്ട് ഒരു ഗുണമില്ല. അപ്പൊ ഭാഗവത്തിന്റെ അർത്ഥം എന്താണ്? ഭാഗവതം വായിച്ചാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മഹാപ്രഭു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം പ്രേമ പുമാർത്തോ മഹാൻ. ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് ഭഗവാനുള്ള പ്രേമമാണ്. ഇതാണ് ഭാഗവതത്തിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട വിഷയം. അപ്പൊ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീടുകളിലും ഭാഗവതം ചൈതന്യ ചരിതാമൃതം ഉണ്ടാവണം. എന്താ വെച്ചാൽ എനി ജെന്റിൽമാൻ വിൽ ഹാവ് ഭാഗവതം അറ്റ് ഹിസ് ബുക്ക് റാക്ക്. എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവണം. അപ്പോൾ ഭാഗവതം നമുക്ക് ഒരു എന്താ പറയുക ജന്മസാഫല്യം എന്ന് പറയാൻ വൈഷ്ണവന്മാർക്ക്. കാരണം മനുഷ്യജന്മത്തിൽ നമുക്ക് വേറെ ഒന്നും നേടാനില്ല. മറ്റെന്ത് നേടിയാലും നമുക്ക് വിട്ടിട്ട് പോകണം. ഭക്തി മാത്രം, ഭഗവാനുള്ള പ്രേമം മാത്രം നമുക്ക് കൊണ്ടുപോകാം. ഇത് നമുക്ക് ഇവിടെ വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം വിട്ടിട്ട് പോയേ പറ്റും, അല്ലേ? എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കൃഷ്ണഭക്തന്മാർക്ക് കാലക്രമേണ ഭൗതിക ആസക്തി കുറയുകയും എന്നാൽ ആത്മീയമായിട്ടുള്ള ആസക്തി വരുമെന്നാണ്. അപ്പോൾ ആത്മീയ ആസക്തി പറഞ്ഞാൽ എന്താണ്? പ്രേമ പുമാർത്തോ മഹാൻ, ഭഗവാനുള്ള പ്രേമം. ഇതാണ് ആത്മീയമായിട്ടുള്ള ആസക്തി. പ്രഭുപാദ് പറഞ്ഞു, ഭൗതികം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, ആത്മീയം ഉപേക്ഷിക്കരുത്. കാരണം ആത്മീയമാണ് നമ്മുടെ എന്താ പറയുക പ്രേമധനം. ആ ധനത്തിന്റെ പേരെന്താണ്? പ്രേമധനം. മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധനം സമ്പാദിക്കണം. എന്ത് ധനം സമ്പാദിക്കണം? കൃഷ്ണപ്രേമം എന്ന് പറയുന്ന ധനം സമ്പാദിക്കണം. ആ ധനമാണ് സർവോപരി എല്ലാ ധനത്തിനേക്കാളും ശ്രേഷ്ഠം. ആ ധനമാണ് മനുഷ്യജന്മത്തിൽ മാത്രം സമ്പാദിക്കാവുന്ന ഒരു ധനമാണത്. വേറെ ഒരു ജന്മത്തിലും ദൈവന്മാരായാലും ബ്രഹ്മാവായാലും പോലും ചിലപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിന് ഇത്രയും പ്രാധാന്യം ശാസ്ത്രം കൊടുത്തിട്ടുള്ളത്. കാരണം ബ്രഹ്മാവിന് ഭാഗവതം വായിക്കാൻ സമയം ഉണ്ടാവില്ല. അത് ഭയങ്കര ബിസിയാണ്, അല്ലേ? നമ്മളെ ഇത്ര ബിസിയാണെങ്കിൽ ബ്രഹ്മാവൻ ബിസി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഭാഗവതം വായിക്കാൻ പറഞ്ഞ ബ്രഹ്മാവൻ സമയം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവും. സോ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഭൗതിക ആവശ്യങ്ങളെ കുറച്ച് സമയം കണ്ടെത്തി ഭാഗവതം വായിച്ച് ഭഗവാന്റെ പ്രേമം ഉണ്ടാക്കി നയിക്കണം. ഇതാണ് സിമ്പിൾ മെത്തേഡ്. വേറെ ഒരു സീക്രട്ടും ഇല്ല. സമയമില്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. സമയമില്ല എന്ന് പറയുന്നത് ഇഷ്ടമില്ല എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് ഭാഗവതം വായിക്കാൻ ഇഷ്ടമില്ല, അതാണ് ചുരുക്കം. സമയമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ശ്രീമദ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭഗവത്ഗീത.
ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഭാഗവതം എന്ന സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന ആരോ